ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ നമുക്കിന്നൊരു പിറ്റർ പാൻ കോളറിൽ വരുന്ന എ ലൈൻ ഫ്രോക്കാണ് കേട്ടോ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ലൈനായിട്ട് വരുന്ന മെറ്റീരിയൽ എങ്ങനെ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 മീറ്റർ ലൈനുള്ളൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 മീറ്റർ അതിൻ്റെ പ്ലെയിൻ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈനിങ് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോൾഡിങ് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ ഈ ഫ്രോക്ക് ഒരു സെൻറ്റർ ജോയിനിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതടിക്കാനുള്ള ഒരു സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അലവൻസ് വിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോൾഡർ ഞാനൊരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മിഡ് ആം ഹോൾ ലെങ്ത് 5.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 14.5 ഇഞ്ച് വരെ ആം ഹോൾ ഉള്ളവർക്ക് 5.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി. ശേഷം ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടണ 9.25 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേനെ. പിന്നെ ഒരു 12.5 ഇഞ്ച് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൗണ്ട് 8 ഇഞ്ചാണ് വരുന്നത്. ഇപ്പോൾ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 30 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണത് 4 കൊണ്ടാണ്. അപ്പോൾ 8 ഇഞ്ച് കിട്ടും. പിന്നെ 17 ഇഞ്ച് സ്റ്റൊമക്ക് ലെങ്ത്തിൻ്റെ റൗണ്ട് വരുന്നതും 9.25. അപ്പോൾ സ്റ്റൊമക്ക് ലെങ്ത്ത് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്തേണ എല്ലാ മാർക്കിങ്ങും കൂടിയിട്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ ലൈനിങ്ങിൽ ഒരു 39 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തത്. പക്ഷേ മെയിൻ മെറ്റീരിയൽ കുറച്ചും കൂടി ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്ലയർ ഒരു 15 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലയർ ഒരു ടോട്ടൽ ഫ്രണ്ടിൽ 30 ഇഞ്ച് ലെങ്ത്തും നമ്മുടെ ബാക്കിൽ 30 ഇഞ്ചും കൂടിയും വരും കേട്ടോ. അപ്പോൾ ടോട്ടൽ 60 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഉടുപ്പിൻ്റെ ഫ്ലയർ വരുന്നത്. ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്തതാണ് എല്ലാ മാർക്കിങ്ങുകളും കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എ ലൈനിൽ അടിഭാഗത്ത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം തൂങ്ങാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ലിറ്റ് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ അടിയിൽ ഞാൻ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം സീം അലവൻസ് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ആം ഹോൾ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് ഞാൻ ഡയഗണലായിട്ട് ഒരു ലൈൻ കൊടുത്തേനെ. അതിനുശേഷം അത് വരയ്ക്കുക. ബാക്കും ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കണം. കാരണം ഫ്രണ്ട് പോർഷൻ ഇച്ചിരി കുഴിച്ചു വെട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആം ഹോൾ ഇപ്പോൾ 14.5 വരുന്നത്. അപ്പോൾ ഒരു 7.25 തന്നെ റൗണ്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് വെട്ടാനായിട്ട് മറക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫ്രണ്ട് ഭാഗം എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ കുഴിച്ച് വെട്ടണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ ചുളുക്ക് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷൻ ഫോൾഡിങ് ഉള്ള ഭാഗമല്ല ഇടണത്, ഫോൾഡിങ് ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അത് 2 പീസ് നമുക്ക് നേരെ ലൈൻസ് വരുന്ന രീതിയിൽ, അതായത് വെർട്ടിക്കൽ ലൈൻസ് 2 പീസ് അങ്ങനെ വേണം, 2 പീസ് ഹൊറിസോണ്ടൽ ലൈൻസ് വേണം, വിലങ്ങനെ വരുന്ന രീതിയിൽ വേണം. അപ്പോൾ നമ്മുടെ ബാക്ക് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തല്ലോ, ആ ഒരു പോർഷൻ വെച്ചിട്ടാണ് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടിയാൽ മതി കേട്ടോ. കാരണം ഫ്രണ്ടിലും ബാക്കിലും ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ ലൈൻ വെർട്ടിക്കൽ ലൈൻ വരുന്ന 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന ആ 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിലങ്ങനെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ മെറ്റീരിയൽ വിലങ്ങനെ ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം 2 പീസ് നമ്മൾ ലൈനിങ്ങോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടിയാൽ മതിയാവും കേട്ടോ. വിലങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോൾഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഓരോ പീസ് വീതമാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവ് ഹൊറിസോണ്ടൽ ലൈൻസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 4 ആക്കിയിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മടക്കിയടിക്കാനുള്ള ഒരു 3/4 ഇഞ്ച് ഞാൻ താഴെ വിട്ടു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എത്രയാണോ, ഞാനൊരു 7.5 ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം 7 ഇഞ്ച് ആം ഹോള്
നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിട്ട് 3 ഇഞ്ച് താഴത്തോട്ട് ഒരു വെർട്ടിക്കൽ ലൈനും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ സ്ലീവ് ലെങ്ത്തിൻ്റെ ഒരു ലെങ്ത് ഉണ്ടല്ലോ 7 ഇഞ്ച്, ആ ഒരു ലൈനായിട്ട് ഈ ഒരു അടിയിലോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്താണ് ലൈനിൽ ഒരു ഡയഗണൽ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ആം ഹോൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. അതിൽ നമ്മൾ പഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 2 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് പഫ് വരുമ്പോൾ അത് കൃത്യം നമ്മുടെ സ്ലീവ് ലെങ്ത് ആയിട്ട് തന്നെ എടുക്കും. പിന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാനുള്ള കുറച്ച് സീം അലവൻസ് അധികം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടിയിൽ നമുക്കൊരു 6 ഇഞ്ചാണ് റൗണ്ട് വരുന്നത്. ബൈസെപ്സ് എൻ്റെ 12 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് ലൂസ് ഫിറ്റ് ആണ്, ടൈറ്റ് ഫിറ്റ് അല്ല. അപ്പോൾ അതിനുള്ളൊരു ഹാഫും 1 ഇഞ്ചും കൂടിയും എക്സ്ട്രാ അടിഭാഗത്ത് നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി കോളറിനുള്ള നമ്മുടെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ക്യാൻവാസ് അല്ല, ക്ലോത്ത് ക്യാൻവാസ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇച്ചിരി ഫ്ലോ ആയിട്ട് കിടന്നോളും. അപ്പോൾ 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേണത്. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം 2 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്തുണ്ടല്ലോ നമ്മുടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അടിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത്. അത് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ആ വിഡ്ത്ത് കൃത്യത്തിൽ തന്നെ മാർക്ക് ചെയ്ത് വിടാം. ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ കട്ടാവാതെ നോക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ വി ഒന്ന് ചെറുതായിട്ടൊരു ഷേപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലാണ് നെക്ക് കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ഷാർപ്പ് വി വരുന്നേക്കാളും ഭംഗിയാണ് ചെറിയൊരു ഷേപ്പ് ആ വിക്ക് കൊടുക്കണമെങ്കിൽ കേട്ടോ. ഇനി കട്ടിങ് ചെയ്യാണ് ചെയ്യണത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൻറ്റർ കട്ടായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നെക്കിൽ വൈഡിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ വൈഡ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ, സെൻറ്റർ വൈഡ്. അപ്പോൾ ഞാനൊരു പൊടിക്കും കൂടി ഷേപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലാണ് നമുക്കൊരു കാണുമ്പോൾ ഒരു കുറച്ചും കൂടി ഭംഗി തോന്നണമെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു ക്യാൻവാസ് നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് വിഡ്ത്തിലും 3 ഇഞ്ച് ലെങ്ത്തിലും ഞാനൊരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാൻവാസ് നമ്മൾ ആ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടായിരുന്നല്ലോ, അതിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് ഞാനൊരു ചെറിയൊരു പൈപ്പിംഗ് പോലെ, പൈപ്പിംഗ് അല്ല ഒരു പാച്ച് പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു 2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തിട്ട് ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ആ ഒരു കോളർ, പീറ്റർ പാൻ കോളർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ ഇതുപോലൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. കാരണം നെക്ക് നമ്മൾ തിരിച്ച് മറിച്ച് അടിക്കുമല്ലോ മെയിൻ പീസിൽ. അപ്പോൾ ആ ഒരു ലൈൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ആ ഒരു വി നെക്കിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വരണത്, കാരണം അത് മറക്കരുത്, അല്ലെങ്കിൽ നമ്മൾ മറച്ചടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ ആ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മുടെ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, സെൻറ്റർ പോർഷനിലല്ല, ആ കോളറിൻ്റെ സൈഡ് പോർഷനിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനി നമ്മളത് തിരിച്ച് ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് കോളർ തിരിച്ചെടുക്കുക. അതുപോലെ തന്നെ നന്നായി ഒന്ന് അയൺ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ആ ഒരു പോയിന്റുകൾ വരുന്നുണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. കാരണം അത് കൃത്യം തന്നെ ഷാർപ്പായിട്ട് ആ കോളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ മെയിൻ പീസായിട്ട് ലൈനിങ് അറ്റാച്ച് ആണ് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന പീസും പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരുന്ന പീസ് വേണം. അപ്പോൾ ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടിയണ ലൈനിങ് രണ്ടും കൂടിയിട്ട് ഈ ഹൊറിസോണ്ടൽ പീസിലും വെർട്ടിക്കൽ ലൈനിലെ പീസിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആ കൈക്കുഴി വെട്ടണ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ മെയിൻ മെറ്റീരിയൽ ബാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ആ കൈക്കുഴി കുഴിച്ച് വെട്ടണത് അത് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഒരു പീസ് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന രീതിയിലും ഒരു പീസ് വെർട്ടിക്കൽ ലൈൻ വരുന്ന രീതിയിലും ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അപ്പോൾ ഈ പീസ് വരുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് നമ്മുടെ കോളറാണ്. ഫ്രണ്ടിലൊരു കോളർ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ കോളറാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഞാനൊരു പീസിലൊരു ലൈൻ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ലൈനിൽ കൂടെ തന്നെ രണ്ട് പീസും കൂടി വെച്ചിട്ട് നമ്മളൊന്ന് ആ സെയിം ലൈനിൽ കൂടെ തന്നെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ സെൻറ്ററിലെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. അപ്പോൾ ഈ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോങ് സൈഡിലാണ് നമ്മൾ ഈ കോളർ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ റൈറ്റ് സൈഡിലല്ല നെക്ക് അടിക്കണത്, റോങ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ലൈൻ ഉണ്ടല്ലോ അതിൽ കൂടെ തന്നെ കൃത്യം നമ്മൾ ഒന്നും കൂടി മെയിൻ പീസ് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മുടെ ഈ മെയിൻ പീസിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട്, 1/2 ഇഞ്ച് കൂടുതലാക്കണ്ട, ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ട് നമ്മൾ ആ ഒരു സെന്റർ പീസും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയണുണ്ട് കേട്ടോ. പിന്നെ ആ നെക്കിൻ്റെ ആ ഷാർപ്പ് എഡ്ജിൽ ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം. കാരണം കൃത്യമായിട്ട് നെക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നെക്ക് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ നെക്കിൻ്റെ ഭാഗം തിരിച്ചിടുമ്പോൾ ആ ഒരു അലവൻസ് വിട്ടിട്ടുണ്ടല്ലോ, അത് മെയിൻ മെറ്റീരിയലായിട്ട് ഒന്നും കൂടി ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇനി ബാക്ക് പീസിലെ നെക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഇതിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് നമ്മുടെ ആ ഒരു ക്യാൻവാസോട് കൂടിയിട്ട് അലവൻസ് കൂട്ടിയടിക്കുക. ശേഷം ബാക്ക് സൈഡിലെ നെക്ക് നമ്മൾ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ നെക്ക് തിരിച്ച് മറിച്ചെടുക്കുന്നത്. ഫ്രണ്ട് സൈഡ് റോങ് സൈഡിൽ നിന്നാണെങ്കിൽ ബാക്കിലെ ഭാഗം നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ഈ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പീസ് ബാക്കിലെ പീസ് കൊണ്ട് കവർ ചെയ്തടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ബാക്കിലെ ക്യാൻവാസ് കൊണ്ട് ഫ്രണ്ട് പീസ് കവർ ചെയ്തടിക്കുക. ഷോൾഡർ രണ്ട് ഭാഗത്തെയും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഷോൾഡർ നമ്മൾ ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ അവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. തുന്നണം എന്നുള്ളവർക്കാണെങ്കിൽ തുന്നാം, ഇല്ലെങ്കിൽ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ.
ഇനി സ്ലീവ് മടക്കിയടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സ്ലീവിൻ്റെ 2 ഭാഗവും മടക്കിയടിക്കുക. അതുപോലെ തന്നെ നമ്മൾ പഫ് സ്ലീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാഫ് സ്ലീവിൽ പഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആദ്യമേ തന്നെ ഈ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ട് സെൻറ്റർ നോക്കിയിട്ട് ഒരു 3 പ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഒരു ചെറിയൊരു പ്ലീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് സ്ലീവ് അപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ കണ്ടിട്ട് സ്ലീവിൻ്റെ സെൻറ്ററോട് കൂടി വെച്ചിട്ട് നമ്മൾ ആം ഹോള് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമ്മുടെ സൈസ് അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തേണ ആ ഒരു അളവനുസരിച്ച് സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അടിഭാഗം എത്തുമ്പോൾ ഞാൻ നേരത്തെ മാർക്കിങ്ങിൽ പറഞ്ഞിരുന്നു ചെറിയൊരു സ്ലിറ്റ് കൊടുക്കണുണ്ടെന്ന്. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് നിർത്താം. അതിന് ശേഷം നമ്മൾ സാധാരണ നോർമൽ സ്ലിറ്റ് ചുരിദാറിന് ചെയ്യണ പോലെ തന്നെ ആ ഒരു സ്ലിറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അടിഭാഗം കൂടി മടക്കിടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത ഒരു 2 ഇഞ്ചിൻ്റെ വിട്ടിലുള്ള ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പ്ലെയിൻ പീസ്, അതിൻ്റെ ഫോൾഡ് ചെയ്തണ ഭാഗമാണ് നമ്മൾ മെയിൻ പീസിൽ വെച്ചടിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് കട്ട് ചെയ്തണ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും വേണമെങ്കിൽ ബാക്കിലും കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ച് വിട്ടിൽ ഈ ഒരു പീസും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗൗണ് റെഡി ആയിട്ടുണ്ട്. ഗൗണല്ല, ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.